അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഫിർസത്തോ സത്യവിശ്വാസിമാരെ, സഹോദര സഹോദരിമാരെ, ഞങ്ങൾ മനുഷ്യന്മാർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു കാരണം കൊണ്ടായിരിക്കും. റബ്ബു സുബ്ഹാനഹു വ തആല ഏതോ ഒരു വസ്തു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ಇದಕ್ಕುಲ್ಲದ ഒരു കാരണക്കിട് അത് മനുഷ്യವು അല്ലെ മനുഷ്യ ജീവിക്ക് ഗొంతుల్లో വിശ്വസിച്ചിരിക്കുന്ന ഏതോ ഒരു ദുനിയാവ് ഒരു ജീവി ഉണ്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഏതോ ഒരു വസ്തു ഉണ്ടുണ്ടായെങ്കിൽ ಅದರ ಮೊದಲು അല്ലെങ്കിൽ ಅದರ ಪೆರತು ಎಂದೇ ഒരു ಮಕ್ಸದಿಕ್ಕಡು ಎಂದೇ ഒരു ಕಾರಣಕ್ಕಿಡು ഒരു ಸಬಬಿಕ್ಕಡು ಅದು ഉണ്ടാക്കೋ ಕಾರಣ അല്ലെങ്കിൽ ಅದರ ಎಂದಿಟ್ಟಿಕ್ಕಡು ಅದರ ഒരു യുക്തി ജന്ത്. അതേപോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്ര വലിയൊരു അള്ളാഹുടെ സൃഷ്ടി നോക്കൂ, അതായിരിക്കും മനുഷ്യ. അങ്ങനത്തെ ഒരു മനുഷ്യരുടെ സൃഷ്ടി ഉണ്ടാക്കുന്നുണ്ടായി റബ്ബു സുബ്ഹാനഹു തആല അള്ളാഹു വെറുതെ ഉണ്ടാക്കിയിട്ടില്ല. അവನು അതേ ഒരു കാരണം കൊണ്ടിട്ടു. ಅದಕ್ಕುಲ್ಲದಾയ ಕಾರಣ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತആല ഖുർആനിൽ പടിപാട്ടിട്ടും തന്നറ. അത് കഴിഞ്ഞിട്ട് അള്ളാഹു ഉണ്ടാക്കിയോ. അതായിരിക്കും റബ്ബു സുബ്ഹാനഹു തആല നമുക്ക് ഖുർആനിൽ പടിപാട്ടം നമുക്കാണ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലതു, ನಾನು ಜಿನ್ನವರ್ಗത്തും മനുഷ്യവർഗത്തും നന്റെ ഇബാദത്ത് എടുക്കൂ അല്ലെങ്കിൽ നന്റെ ആരാധിക്കൂ അല്ലാണ്ട് വേറെ എന്തും ഉണ്ടാക്കിയല്ലാണ്ട്. അത് അള്ളാഹു ഉണ്ടാക്കിയ മനുഷ്യരും മനുഷ്യന്മാരും ജിന്നുമാരും ഉണ്ടാക്കിയോ റബ്ബു സുബ്ഹാനഹു തആല ഇബാദത്ത് എടുക്കൂ. ദടികൾ ഇബാദത്ത് അവൻ്റെ ഏകനാക്കൂ, അവൻ്റെ തൗഹീദ് അംഗീകരിക്കൂ, അവന് ഏകനടിക്കട. അതായത് അവನು ഇബാദത്തിൻ്റെ വിഷയത്തിൽ വരുമ്പോഴത്തും അതേപോലെ എല്ലാ വിഷയത്തിലും അവನು ഏകനടിക്കട ചെന്ത് അത് അംഗീകരിക്കുമായിട്ടിക്കട് റബ്ബു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ കേട്ടിട്ടില്ലേ? റബ്ബു സുബ്ഹാനഹു തആല കേൾക്കറ, ഞങ്ങൾ നിങ്ങളെ വെറുതെ ഉണ്ടാക്കിയാ നിങ്ങൾ വിചാരിച്ചിടാറ അഫ ഹസിബ്തു അന്നമാ ഖലഖ്നാകും അബസ. നിങ്ങൾ വിചാരിച്ചു പോയിടാറ ഞങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയത് വെറുതെ കഴിഞ്ഞിട്ട് ഒരു കാരണം ഇല്ലാണ്ട് അല്ല. അള്ളാഹു ഉണ്ടാക്കിയ ഒരു മഖ്സദ് ഗ്രഹിക്കേണ്ട ഇബാദത്ത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇബാദത്ത് അവൻ നമുക്ക് ഇങ്ങനെ പടിപാട്ടുന്നതാണ് റബ്ബു. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തര എങ്ങനെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിಂತು പടിപാട്ടി കിട്ടിറ ഇത് അതേ രീതിയിലായിരിക്കും ഞങ്ങൾ അത് ഇബാദത്താക്കുന്നത്. അതേ ഇബാദത്തിൽ പെട്ടതായിരിക്കും. അതുകൊണ്ട് നോക്കൂ, ആ ആയത്തിനുമേ തഫ്സീറിൽ മുഫസ്സിരിമാർ ഞങ്ങൾക്ക് പടിപാട്ടാറ് മഹാനായിട്ടുള്ള സഹാബി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലി ലിയുവഹിദൂൻ ചെന്തായിരിക്കും. അവൻ്റെ ഏകനാക്കി അംഗീകരിക്കോ ചെന്ത് അവൻ്റെ തൗഹീദ് കയറ്റിക്കും ചെന്ത്. അതായിരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ തൗഹീദ് ചെല്ലി എന്തായിരിക്കും മഹത്വം, ഇതുക്കുള്ള മഹത്വം. നോക്കൂ, ആകാശഭൂമി റബ്ബു എന്തുകൊണ്ടാക്കി കേട്ടെങ്കിൽ അത് ഈ തൗഹീദിന് നിലനിപ്പാടായിരിക്കും. ഈ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിപ്പാടായിരിക്കും. ആ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ അത് എങ്ങനെ ഇട്ടിക്കുക നേരായ രീതി അതേ രീതി ഞങ്ങൾ മനസ്സിലാക്കി വേണം. അത് ജീവനത്ത് കൊമ്പന്തേ തീരും, അല്ലെങ്കിൽ വേറൊരു രക്ഷമേ നമുക്കില്ല സഹോദരന്മാരെ. ഇതിൽ നിന്നിട്ടായിരിക്കും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉള്ളതായ നജാത്ത്, നമുക്കുള്ളതായ ഒരു രക്ഷമില്ല ചെന്നെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം അടിക്കരുത്. നോക്കൂ, പണ്ഡിതന്മാർ ചിലർ തൗഹീദ് അടിക്കൽ ഒന്നാമത്തെ വിഷയം അവസാനത്തെ വിഷയം എന്ന് ചെന്നെങ്കിൽ ജീവനത്തിൽ നമുക്ക് തൗഹീദ് ഇല്ലാണ്ടായെങ്കിൽ ഞങ്ങൾ ഈ ദുനിയാവിൽ മനുഷ്യ സൃഷ്ടിയിൽ വെച്ചിട്ട് അങ്ങേറ്റത്തോ അതായത് അത്രയും ഒരു ഫക്കീറായിട്ടുള്ള ആൾമാർ അല്ലെങ്കിൽ അദാബ് കിട്ടിയ ഒരു ആൾമാരായിട്ട് ഇക്കുക ചെന്ന് എന്ന് ചെന്ന് ദുനിയാവിൽ നമുക്ക് തൗഹീദ് ഇല്ലാണ്ടാമത്തു റബ്ബു സുബ്ഹാനഹു തആല ഞങ്ങൾ നിಂತು ഏതോ ഒരു ഇബാദത്ത് അള്ളാഹു ഞങ്ങൾ സ്വീകരിക്കില്ല. അള്ളാഹുറൊട്ടിಗೆ ഞങ്ങൾ ഷിർക്കാക്കറുണ്ടായെങ്കിൽ അള്ളാഹു ഞങ്ങൾ എത്ര ഇബാദത്ത് ഞങ്ങൾ എത്ര നിസ്കരിച്ച ആൾമാരായെങ്കിലും ഞങ്ങൾ എത്ര ഖുർആൻ ഓതിയ ആൾമാരായെങ്കിലും ഞങ്ങൾ എത്ര നോമ്പും സക്കാത്തും എല്ലാ കർമ്മ ആക്കിയെങ്കിലും കർമ്മ പൂർത്തിയാക്കാനെങ്കിലും അർക്കാനുൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കില്ല. മാത്രം ഒന്നാമത്തതായിട്ട് ആ ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ കറക്റ്റ് ആയിട്ടില്ലാണ്ടായെങ്കിൽ സമയത്തിലുണ്ടായെങ്കിൽ ഇതെല്ലാം ബാത്തിലായിട്ട് എല്ലാം പൊലിഞ്ഞു പോയിട്ട് സഹോദരന്മാരെ. അപ്പം ഞങ്ങൾ ഇതിൽ യഥാർത്ഥമായിട്ട് അത് എങ്ങനെ കൊമ്പറണം അതേ രീതി കൊമ്പറണം. നോക്കൂ, അതായത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില പൽക്ക അത് ദീൻ്റെ അസ്രടിക്കൽ, അത് അടിസ്ഥാനമായിട്ടിക്കൽ, ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായിട്ടിക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലത് അള്ളാഹുടെ ഏകവിശ്വാസത്തിൽ വിളിക്കുന്നത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇത്ര വലിയ ലോകത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടാക്കി തുടക്കത്തിൽ വിളിച്ചിട്ട് ആദം അലൈഹിസ്സലാം മനുഷ്യന്മാർ അബ്ബായിട്ടുള്ള ആദം അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിച്ചിട്ട് പിന്നെ നൂഹ് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തോലും എത്രയെല്ലാം നബിമാർ വന്നാറ എല്ലാവരും ಬಂತು ಬಿಲ್ಚಿರವೆ ತೌಹೀದ್ ಕೇಟಿಕರು
അള്ളാഹുടോ അവൻ്റെ തൗഹീദ് അവൻ്റെ ഷിർക്കാക്കുന്ന ചിന്ത അടിക്കുന്ന ആൾമാർ ആ നബിമാരെല്ലാം ബന്ത് ആ അങ്ങനെ സമുദായത്തിലേക്ക് ചെന്നത്. അതായിരിക്കും കാരണം നോക്കൂ. അതായിരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ചെന്ന് അള്ളാഹു സുബ്ഹാനഹു ഞങ്ങൾ പടിപാട്ടത്. പ്രഭു സുബ്ഹാനഹു തആല മനുഷ്യന്മാരെ ഉണ്ടാക്കിയത് അവൻ്റെ ആരാധ്യത, അതായത് അവൻ്റെ ഏകനാക്കും അവൻ്റെ തൗഹീദ് കേട്ട് അല്ലാണ്ട് വേറെ എന്തു അവൻ്റെ ഉണ്ടാക്കിയത് അല്ല ചെന്ന് മനുഷ്യന്മാരത്. പിന്നെ ഇത് കൊണ്ട് നമുക്ക് തൗഹീദ് കൊണ്ടുപോയിട്ട് മാത്രം ഇടിക്കാൻ നമുക്ക് സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യ സഹോദരന്മാരെ. ഒരാൾക്ക് അവങ്ങൾക്ക് തൗഹീദ് അവൻ്റെ ജീവിതത്തിൽ ഇല്ലാണ്ടായെങ്കിൽ സ്വർഗത്ത് പ്രവേശിക്കാൻ സാധ്യമില്ല. എനിക്കെന്തെങ്കിൽ ഞങ്ങൊന്നു ഖബറിൽ വെച്ചിട്ട് ഒന്നാമത്തെ ചോദ്യം കേൾക്കുന്നത് നിന്റെ റബ്ബാരെ ചെന്ന് ആ റബ്ബിനുണ്ട് അള്ളാഹും ചെല്ലുണ്ടായി ഞാൻ ആ ജീവനത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അതിന് മേൽ അമലാക്കിയിട്ട് പോയി സഹോദരന്മാർ. അല്ലേ നമുക്ക് ഉറക്കത്തും അവിടെ നമുക്ക് രക്ഷിക്കാൻ സാധ്യമേ ഇല്ല. ഇനി ഖബറിൽ ഓർത്ത് രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ഇട്ടിട്ട് സ്വർഗത്തേക്ക് പോകണം പ്രവേശിക്കണം. അതായിരിക്കും ഒന്നാമത്തെ സ്റ്റേജ് ബർസക്കിയ ദുനിയാവിലും. അപ്പം ഞങ്ങൾ ഈ ദുനിയാവിലും അതുക്ക് മെയിനായിട്ടുള്ളത് അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് മനസ്സിലാക്കി പഠിച്ചിട്ട് ജീവനത്തെ അത് യഥാർത്ഥ കൊണ്ടുവരണം. ഷിർക്കിൽ നിന്ന് വിട്ടു ശിർക്കിടെ ഗാംഭീര്യത്തെ അതിലെ ഭയാനകത്തെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ಅದಕ್ಕೆ ಎಂದೆಲ್ಲ ಕೊಂಪೊಂಡದುಂಡ ಅದ್ರ ಮೇಲೆ ಎಂದೆಲ್ಲ ಬೂಲ್ಪಟ್ಟದುಂಡ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഉദാഹരണത്തിന് ചെല്ലണ്ടായെങ്കിൽ ഈ ഏലസും ഉറുക്കു പോലത്തതെല്ല അದ್ರ ಮೇಲೆ തവക്കുലാക്കണമല്ല, മാത്രമേ അള്ളാഹുടെ ಮೇಲೆ ഞങ്ങൾ തവക്കുലാക്കണം. നോക്കൂ എവിടത്തോൾ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പെട്ടു മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക ഔ കഫർ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്ങോർത്ത ಅವನು ಅಲ್ಲಾಹು ಅಲ್ಲಾತವನ ಮೇಲೆ ಅವನು ಸತ್ಯ ಇಡ್ರಾನಂಟಾയെങ്കിൽ ಅವನು ಸತ್ಯ ಇಡ್ರಾನಂಟಾയെങ്കിൽ ಅವನು ഒന്ന് ശിർക്കാക്കിയ അല്ലെങ്കിൽ കുഫറാക്കിയാണ്. എന്നുവെച്ചാൽ നോക്കൂ, ഞങ്ങൾ ഒരാളുടെ മേൽ കൽത്താനിട്ടുണ്ട്, ഞങ്ങൾ ഒരാളുടെ മേൽ ഒരു സത്യം ഇടാണ്ടായെങ്കിൽ ഞങ്ങൾ അതിൽ അത്രമേ ബഹുമാനം വെച്ചിട്ട് അതിക്ക് അത്രമേ ഒരു മഹത്വം കൊടുത്തിട്ടായിരിക്കും അതിന് മേൽ ഞങ്ങൾ മനസ്സിൽ മഹത്വം വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ മേൽ സത്യം ഇടും. അതായിരിക്കും ഞങ്ങൾ കാണേണ്ടത്. ഞങ്ങളുടെ രാജ്യത്തിലെല്ലാം ഉമ്മയുടെ കൽത്താനെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എന്തിട്ടെങ്കിൽ ഒരു വലിയുടെ മേല അല്ലെങ്കിൽ ജാറത്ത് മറിച്ചിട്ടുള്ള ഒരു അങ്ങനത്തെ ആൾമാരുടെ മേലിട്ടിട്ട് ഇന്നത്തെ കാലത്ത് കാണ്ട് ആൾമാർ കൽത്ത ഇതിൽ സത്യം ഇട്ടത്. അത് അള്ളാഹുടെ വിഷയത്തിൽ ഒരു അഭിമത്ത് അള്ളാഹുടെ വിഷയത്തിൽ അറിയാത്ത സ്വപോലെ ഇട്ടിക്കിട്, അള്ളാഹുടെ വിഷയത്തിൽ അങ്ങ് ഒരു അറിവില്ലാത്ത ആയിട്ട് പോയ സ്വപോലെ ഇട്ടിക്കിട്, അള്ളാഹുടെ മഹത്വം അറിയാത്ത കൊണ്ട് ഇട്ടിക്കുക സഹോദരന്മാരെ. ഇത് ഭയാനകമായിട്ടുള്ള ഒരു തപ്പായിട്ടിക്കൽ. പിന്നെ ശിർക്ക് ചെല്ലത് അത് അള്ളാഹ് ഓർക്കത്ത് മാഫാക്കത്ത ഒരു തപ്പായിട്ടിക്കൽ. റബ്ബു സുബ്ഹാനഹു വ തആല ഖുർആൻ ചുമ്മജാക്കിയത് ഇത് പഠി പറ്റില്ല. ഞങ്ങൾ ഖുർആൻ ഇടി എടുത്ത് ഓർത്ത് ഓതിയോണ്ട് പോകണ്ടായി അവൻ മനസ്സിലാക്കാണ്ടായി അതിൽ ഉള്ളമേ തൗഹീദ് ഇടിക്കൽ. തുടക്കത്തെ പിടിച്ച അവസാനം നോക്കൂ. ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് എടുത്ത് നോക്കിയിട്ടായെങ്കിൽ സൂറത്തുൽ നാസ്തോൽ പോകണ്ടായെങ്കിൽ എല്ലാ ആയത്തിൽ ഞങ്ങൾക്ക് എല്ലാ ഒരു ആയത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അത് അള്ളാഹുടെ ഏകത്വത്തെ കേട്ട് വിളിച്ചോളൂ. അതോടത്ത് ഒരു മുഅ്മിനായ അവൻ ചിന്തിക്കണമെങ്കിൽ അവൻ അതിൽ നിന്ന് കാണാൻ സാധ്യതയുണ്ട്. അതേപോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലത് അത് ഞങ്ങൾ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കും. ചെന്നെ അതൊന്നും അതിൽ ഞങ്ങൾ ലാ ഇലാഹ ചെല്ലുമ്പോൾ ഒരു ആരാധനത്തെ അർഹത്തായൊന്നുമില്ല. അവിടെ അങ്ങനെ ചെല്ലുമ്പോൾ ഞങ്ങൾ എന്താക്കും ചെന്ന ദുനിയാവിൽ എന്തൊക്കെ ആരാധിക്കപ്പെടുക എല്ലാത്ത ഞങ്ങൾ ബാത്തിലാക്കണം. അതായത് അത് ആരാധിക്കപ്പെടില്ല ചെന്ന് ഞങ്ങൾ നിഷിദ്ധാക്കണം, ഞങ്ങൾ അവിടെ നഫിയാക്കണം. അതെടിക്കുന്ന ഒന്നാമത്തെ അതിർ അങ്ങനെ ആക്കിയിട്ട് മാത്രം ഇടിക്കുന്ന ഞങ്ങൾ തൗഹീദ് കലിമത്ത് തൗഹീദ് ഒരു പരിപൂർണത്തെ കിട്ടും. അവിടെ ഒന്നാമത്തേത് ഞങ്ങൾ ദുനിയാവിൽ എന്തെല്ലാം ആരാധിക്കപ്പെട്ട സാധനമുണ്ട് എന്തെല്ലാം ഉണ്ടാ എല്ലാത്തിനും ഞങ്ങൾ നിഷിദ്ധാക്കണം. അത് ഖബറിൽ മരിച്ചു പോയ ഒരു ഔലിയാടോ ആരാധിക്കപ്പെട്ടിട്ടുണ്ടായെങ്കിൽ അതിൽ ഇൻകാറാക്കണം. അത് മഅബൂദല്ല, ഇബാദത്ത് അർഹതായവനല്ല ചെന്ന് ഞങ്ങൾ എന്താക്കണം അവിടെ ഞങ്ങളോട് ഉറച്ചു നിൽക്കണം ആ വിഷയത്തിൽ. അതേപോലെ ഏതൊരു ദുനിയാവിലുണ്ട ഒരു കല്ലായെങ്കിൽ ഒരു മറായെങ്കും ഏതോ ഒരു വിഷയം അവിടെ ആരാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻകാറാക്കണം. ദുനിയാവിൽ അള്ളാഹു അല്ലാണ്ട് വേറെ ഏതും ഇബാദത്ത് അർഹത്തായത് ഇല്ല ചെന്ന് ഞങ്ങളോട് ഉറച്ചിട്ട് വിശ്വസിക്കണം. രണ്ടാമത്തെ ഇരിക്കറ് ഇല്ലല്ലാ ഇസ്ബാത്താക്കണം അള്ളാഹുടെ. അവിടെ അള്ളാഹുടെ നിങ്ങൾ അള്ളാഹു മാത്രമായിട്ട് ഇരിക്കുന്ന ആരാധന ചെല്ലത് അത് അള്ളാഹുടെ അവിടെ ഞങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അത് ഞങ്ങൾ നിലനിപ്പാട്ടണം. അപ്പോൾ മാത്രം ഇരിക്കുന്ന ഞങ്ങളെ തൗഹീദ് ഈ കലിമത്ത് തൗഹീദ് ഒരു തഹ്ഖീഖാടോ അതിൽ ശരിയായ രൂപത്തിൽ ഞങ്ങൾ നേരായിട്ട് അത് അംഗീകരിച്ചുകൊണ്ടുള്ളുണ്ട് അതർത്ഥം. അല്ലാണ്ടെങ്കിൽ ഞങ്ങളെ കൽബിലും ഞങ്ങളെ ഈമാനിൽ അള്ളാഹുടെ വിഷയത്തിൽ ഒരു കുറത്തുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ കലിമത്ത് ഞങ്ങളെ തൗഹീദ് പരിപൂർണത്തെ ഐറ്റിലാണ്ടായിരിക്കും. നമുക്ക് ഒന്നാമത്തെ അടിസ്ഥാനം അത് മാത്രം ഞങ്ങൾ കറക്റ്റ് ഇല്ലാണ്ടെങ്കിൽ ബാക്കി എല്ലാം ആർക്കാണ് എന്തായിരിക്കും സഹോദരൻ അത് ഒരു ഫായ്ദ ഇല്ലാത്തതായിരിക്കും, ഒരു ഉപകാരം തരാത്തതായിരിക്കും. അതല്ലേ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു മുഅ്മിനായോണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുടെ വിഷയത്തിൽ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി വേണം. അള്ളാഹുടെ അസ്മാ സിഫാത്ത് ഞങ്ങൾ പഠിക്കും സഹോദരന്മാരെ. അവൻ്റെ ചന്ദ്രൻ്റെ പേരും അത്യുന്നതമായിട്ടുള്ള അവൻ്റെ വിശേഷണം അത് മനസ്സിലാക്കി മാത്രമായിട്ട് ഞങ്ങൾ അള്ളാഹുടെ പിർസാക്കാൻ സാധ്യമല്ലോ. നമുക്ക് ഞങ്ങൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമായിരിക്കും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ അറിഞ്ഞെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഒരാൾ പിർസാക്കിടപ്പായിരിക്കും
ആ മനുഷ്യർ അല്ലെങ്കിൽ അവർ ആളുടെ ನಂಗೆ ಆ ವಿಷಯ അറിഞ്ഞിട്ട് നല്ല സ്വഭാവമായിട്ട് നല്ല നല്ല ಗುಣಾಂಶ ಉಂಟು നല്ല നല്ല ഗുണമുണ്ട് അതിൽ ഉൾഗ ചെന്ന് വേറെ കാണുമ്പോൾ നിങ്ങൾ അതിൽ ಯಾರು ಪಿರ್ಸಾಕಡು അതേപോലെ അള്ളാഹു നിങ്ങൾ ಪಿರ್ಸಾಕೊಂಡ നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിഷയം അറിയണം അവൻ അലീമായിട്ടിക്കട അവൻ അദീമായിട്ടിക്കട അവൻ ഖബീറായിട്ടിക്കട അവൻ നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ നിരീക്ഷിക്കുന്നവനായിട്ടിക്കട നിങ്ങൾ എല്ലാ സമയത്തും നോക്കിയുള്ള ആരും ഇല്ലാത്ത സമയത്തിലും ചിമ്മലും റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിയുള്ള നോക്കൊരു ഈ സമയത്തിൽ ഈ സന്ദർഭത്തിൽ ഒരു കഥ നിങ്ങൾ ചെല്ലുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നോക്കൊരു ഒരു ഷേഖായിട്ട് ഒരു പണ്ഡിതായിട്ട് ഇത് ചെല്ലത് ഞാൻ കേട്ടത് അതായത് ഒരു ആലിം ഒരു ശിഷ്യന്മാരിന്നാർ ആ ശിഷ്യന്മാരിൽ വെച്ചിട്ട് ആ ഒരു ആലിം ഒരു ശിഷ്യത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് പിർസാക്കി എനിക്ക് അപ്പം ഈ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് അതായത് സ്റ്റുഡൻസിക്ക് ഒരു മനസ്സൊരു ഹസദിന്ത് ഒരു നെഞ്ചായിട്ടിന്ത് എന്ത് കേട്ടിക്കട അതിൽ ഈ ഉസ്താദ് ഇത്തര അതൊരു സ്റ്റുഡൻറ്റ് മാത്രം ಯಾರು ಪಿರ್ಸಾಕೋರು ಚೆಂತ അപ്പം എനിക്ക് ഗൊന്തായിട്ട് അതിനൊരു എന്താ അതിൽ ചെന്ന് അതായത് നിങ്ങൾ എല്ലാവരും എന്താക്കും വെച്ചാൽ ഒരു ഇതെടുത്തിട്ട് ഒരു പക്ഷി എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബേർഡ് എടുത്തിട്ട് നിങ്ങൾ എന്താക്കും വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഓരോ ജാഗ പോയിട്ട് അത് അറക്കും ചെന്ന് അറുത്തിട്ട് പിന്നെ നിങ്ങനെ റിട്ടേൺ കണ്ട മുട്ട പറഞ്ഞുണ്ട് ആങ്ങ എല്ലാവരും എന്തായാലും പോയിട്ട് അങ്ങ് എന്താക്കി ഒരു പക്ഷി ഒരു ബേർഡ് എടുത്തിട്ട് അതൊരു അർത്ഥാറ് ഓരോ സ്റ്റുഡൻറ്റ് പോയിട്ട് അർത്ഥാറ് ഓരോ ജാഗയിൽ ആറ് നോക്കാത്ത ജാഗ ചെന്ന് അങ്ങനെ അതായത് ഉസ്താദ് ചെന്നതായിട്ട് ആരും ഇല്ലാത്ത ജാഗയിൽ നിങ്ങൾ പോയിട്ട് എന്താക്കണം ഇത് അർത്ഥം നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആറ് നോക്കോത്തീര നിങ്ങൾ ആർക്കുള്ളതിട്ട് അങ്ങനെ ഇങ്ങനെ തിരിച്ച് വന്നാർ ഇങ്ങനെ തിരിച്ച് വരുമ്പോൾ ഈ എല്ലാ സ്റ്റുഡൻറ്റ് എല്ലാവരാക്കി എന്താക്കില്ല അർത്ഥത്തുള്ളവർ അത്ര അങ്ങനെ ഈ ഒരു സ്റ്റുഡൻറ്റ് അതായത് ആ ഉസ്താദ് ഇഷ്ടപ്പെട്ട പിസ്സാക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അതിൽ ആ സ്റ്റുഡൻറ്റ് എന്താ വെച്ചാൽ അതേപോലെ എങ്ങനെ കൊമ്പേടാൻ തിരിച്ച് അതൊരു ബേർഡോ അതൊരു പക്ഷിയോ അതേപോലെ തിരിച്ചു പോകുമ്പോൾ അപ്പം ആ ഉസ്താദ് കേൾക്കുന്ന ആ മക്കൾ ബാക്കി സ്റ്റുഡൻസ് അതൊരു എന്ത് കേട്ടിക്ക് നീ ഇത് അർത്ഥത്തിലാണ്ട് അപ്പം ആ ശിഷ്യ ചെല്ലൊരു പൽക്കായിട്ടിക്കട് ഞാൻ എല്ലാം മൂത്ത് പോയാ മാത്രം രണ്ട് ആരും നിരീക്ഷിക്കാത്തത് അതായത് ആരും നോക്കാത്ത ഒരു ജാഗ എനിക്ക് കിട്ടിയിട്ടില്ല ചെന്ത ആ സ്റ്റുഡൻറ്റ് അല്ല എന്ത് കേൾക്കുമ്പോൾ അള്ളാഹു നോക്കിയിട്ടുള്ള ഏ സ്ഥലത്ത് പോയെങ്കും ആരും ഇല്ലാത്ത ജാഗയിൽ പോയെങ്കും എൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിയോല്ലാണ്ട് അതൊരു പേടി കൊണ്ടിട്ടു ആ സ്റ്റുഡൻറ്റ് ആവണം എന്താ ഞാൻ അർത്ഥിട്ടില്ല എൻ്റെ ഇടിക്കട് നോക്കൂ അത് കേട്ടിക്കട് അയച്ച അവിടെ ആ ഒരു ഉസ്താദ് കാട്ടിയത് ഇതെടിക്ക് ഞാൻ അവൻ്റെ ഇഷ്ടപ്പെടുകയുള്ള കാരണമാണ് അതായത് ആ തക്വ അള്ളാഹുടെ ഒരു മുറാഖബത്ത് ഉണ്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ സമയത്തും നിരീക്ഷിച്ചുകൊള്ളാണ്ട് ഇത് ഈ സംഭവം അതായത് ഈ വിഷയം സംബന്ധപ്പെട്ട കുറേ ഘട്ടനങ്ങളുണ്ട് സഹോദരന്മാർ നമുക്ക് ചരിത്രത്തിൽ എന്ത് മനസ്സിലാക്കി പഠിക്കുകയും കാണുകയുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ഈ ജീവനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഈ തൗഹീദ് യഥാർത്ഥമായിട്ട് അത് അംഗീകരിക്കുകയും അതിനാണ് ജീവിതത്തിൽ കൊമ്പറകും അതിന് ആ തൗഹീദ് കലിമത്ത് തൗഹീദ് ഗട്ടി പിടിച്ചിട്ട് മരിക്കോടത്തോളം അത് പിടിച്ചിട്ട് അതേ തൗഹീദ് ഒട്ടിಗೆ മരിക്കും ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ ഒട്ടിയിട്ട് കൂടുകയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവരും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.